ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ടുള്ള വരാനുള്ള കാരണം എന്താ, ഈ നിൽക്കുന്ന ഈ ചേച്ചിയാണ്. ഈ ചേച്ചി നമ്മുടെ ഫോളോവറാണ്. അപ്പം ചേച്ചിയുടെ വീട് കോവളത്താണ്. അപ്രതീക്ഷിതമായി വന്നെത്തിയ ഒരു നമ്മുടെ അതിഥിയാണ് കേട്ടോ. പുള്ളിക്കാരി അറിഞ്ഞില്ല ഇത് നമ്മുടെ വീടാണെന്ന്. ഇവിടെ വന്നപ്പോൾ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നതാണ് കണ്ടത്. ഇതായിരുന്നു നിങ്ങളുടെ വീട് എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്കും സന്തോഷമായി. ഇങ്ങനെ ഒരു ഫോളോവർ അയ്യോ ഞങ്ങളെ തേടി എത്തിയതുപോലെ ആയി കേട്ടോ. കേരള കൗമുദിയുടെ കേരള കൗമുദിയുടെ എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് സുലാലിനി ദേവി. കോവളത്താണ് താമസിക്കുന്നത്. ഞാൻ കേരള കൗമുദിയിലാണ് വർക്ക് ചെയ്യുന്നത്. കേരള കൗമുദിയിലെ എക്സിക്യൂട്ടീവാണ്. കോവളം ഏരിയയാണ് നോക്കുന്നത്. അപ്പം എല്ലാവരും ഈ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഒരു പത്രം എടുത്തു കേട്ടോ. വായിക്കാൻ സമയമില്ലെങ്കിലും നമ്മുടെ ഒരു ഫോളോവർ ആയതുകൊണ്ട് പത്രം വായന എപ്പോഴും നല്ലതാണ്. കാരണം കുട്ടികളിലായാലും വായനാശീലം വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും പത്രവായന നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു മോനുണ്ടല്ലോ, അവനെയും പഠിപ്പിക്കണം, വായിച്ച് പഠിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പേപ്പർ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് വായിക്കാൻ സമയമില്ലെങ്കിലും നമ്മൾ എന്തായാലും ഈ ചേച്ചി നമ്മുടെ ഒരു ഫോളോവർ ആയ സ്ഥിതിക്ക്, ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മളൊരു പത്രം മേടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ആരെ വീട്ടിലും പത്രം വരുത്താറില്ല. അപ്പം നമുക്ക് ഇനി പഴയ ഈ മൊബൈലിൻ്റെ അഡിക്ഷനൊക്കെ ഒന്ന് മാറ്റി നമുക്ക് വായനാശീലം വളർത്തിയെടുക്കണം. നമ്മൾ രാവിലത്തെ പത്രം വായനയും ചായ കുടിയും തിരിച്ചു കൊണ്ടുവരണം. ആ നൊസ്റ്റാൾജി എന്ന് പറയുന്നത് അതൊരു വേറെ ലെവലാണ് കേട്ടോ. അന്നത്തെ കാലത്ത് നമ്മൾ ആദ്യം പത്രമാണ് അന്വേഷിക്കുന്നത്, ഇല്ലേ? ഉറങ്ങി എണീക്കും, അത് തന്നെ പേപ്പറാണ് അന്വേഷിക്കുന്നത്. രാവിലെ എന്താണെന്നുള്ള ഫ്രണ്ട് പേജിൽ ന്യൂസും, പിന്നെ പണ്ടുള്ള കാലങ്ങൾ ക്രിക്കറ്റ് കളിയുടെ ഒക്കെ നോക്കുമായിരുന്നു. അപ്പൊ എല്ലാം ഓൺലൈനിലൊക്കെ ന്യൂസുകൾ. ഇപ്പൊ ഉറങ്ങി എണീറ്റാ നോക്കുന്നത് മൊബൈലാണ്, അല്ലേ? അതല്ലേ എന്താണെന്ന് ഇപ്പോഴത്തെ പ്രധാന ചർച്ച മുഖ്യമന്ത്രി ആരെന്നാണ് രാവിലെ എണീറ്റുടനെ നോക്കണത്. കാരണം ഇതിൽ ചർച്ചയും തീരുമാനങ്ങളും വന്നോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അതെ തന്നെ, ഞങ്ങൾക്കും ആഗ്രഹം വി.ഡി. സതീശൻ വരണമെന്നാണ്. അത് തുറന്നു പറയാണ്. അത് തന്നെ. ഇതിപ്പം മറ്റൊരാൾക്ക് കൊടുത്ത തൂണും ചാരി നിന്നും പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ അവസ്ഥയാവും. വി.ഡി. തന്നെ വരണം. സത്യം പറഞ്ഞാൽ കഴിവുള്ള ഒരു നേതാവാണ്. അപ്പോൾ എല്ലാം എടുത്തു വെച്ച് കഴിയുമ്പം ഇല ഇടാൻ വരാളുണ്ട്. അന്ന് വരെ ആളില്ലായിരുന്നു. ഇല ഇട്ട് കഴിയുമ്പോൾ കഴിക്കാൻ വേറെ ആൾ കയറി വരുന്നത് ശരിയായ നടപടിയല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്തായാലും നമ്മളെ കണ്ടതില് പുള്ളിക്കാരിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഷോക്കായി പോയി. ഞാൻ ശരിക്കും വർക്കിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയത്. അപ്പൊ ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങളുടെ ഫോളോവറിലുണ്ട് എന്നറിഞ്ഞതില്, അല്ലെ? നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നറിഞ്ഞതില് നമുക്കും സന്തോഷം. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല. ഇങ്ങനെയൊക്കെ നമുക്ക് ഇനി ഒരു വലിയ മൊമെന്റ് കിട്ടിയിട്ടൊന്നും അല്ല കാര്യം. നമുക്ക് ഇങ്ങനെയുള്ളവരെ കിട്ടിയാൽ മാത്രം മതി. ഇങ്ങനെയുള്ളവരുടെ സപ്പോർട്ട് മതി. അപ്പൊ ഞങ്ങളുടെ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുന്നതാണ്. എൻ്റെ അടുത്ത് പറയല്ലേ, ഞാൻ അങ്ങനെ അധികം ആരെയും ഫോളോ ചെയ്യാറില്ല. ഞാൻ 2-3 വരെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ ഇത് കൊള്ളാമല്ലോ, സെറ്റാണല്ലോ എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരി ഞങ്ങളെ ഫോളോ ചെയ്തത്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരേ തരം വീഡിയോ അല്ല ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യും, യാത്രകൾ ചെയ്യും, വാർത്താ പ്രാധാന്യമുള്ള ന്യൂസുകൾ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതുപോലും ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാവമാണ് കേട്ടോ ഈ ചേച്ചി. ചേച്ചിയുടെ ഒരു വരുമാന മാർഗമാണ് ഈ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ചേച്ചി ഇവിടെ എവിടെയെങ്കിലും കാണുന്നെങ്കിൽ ആരെങ്കിലും ഒരു പത്രം എടുത്തൊക്കെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഒരു മാസം എത്രയാണ് ചേച്ചി? 300 രൂപ. 300 രൂപയേ ഉള്ളൂ ഒരു മാസം. അപ്പോൾ ഒരു ദിവസം നമ്മൾ 10 രൂപ മാറ്റി വെച്ചാൽ മതി കേട്ടോ പത്രത്തിനായിട്ട്.